റിപ്പോർട്ടർ ബ്രേക്കിംഗ്. KPCC പുനഃസംഘടനയിൽ കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നേതൃത്വവുമായി സഹകരിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. സതീശൻ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് നാളെ ചേരേണ്ടിയിരുന്ന KPCC യോഗം മാറ്റിയത്. പുനഃസംഘടനയിൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്നാണ് പരാതി. വിശ്വസ്തരെ വെട്ടിയതിൽ കെ മുരളീധരനും കടുത്ത അമർഷത്തിലാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, KPCCയിൽ പുനഃസംഘടനയെ തുടർന്ന് വലിയ പൊട്ടിത്തെറികൾ പരസ്യമായിട്ടുണ്ടെങ്കിലും അകത്ത് പുകഞ്ഞിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിർത്തി പുകഞ്ഞ് നേതാക്കന്മാരെ വെച്ച് യോഗം ചേരാൻ പറ്റാത്ത അവസ്ഥയായോ? ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കം മുറുകുകയാണ് കോൺഗ്രസിനകത്ത്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഈ യോഗം മാറ്റിവെച്ചതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഒരു കൂടിയാലോചനയും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്നില്ലെന്ന പരാതിയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ഇന്നലെ വിളിച്ച് രാവിലെ തന്നെ KPCC യോഗത്തിലേക്ക് താൻ എത്തില്ല, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്, ആ പരാതിക്ക് പരിഹാരം കാണണം, KPCC സെക്രട്ടറിമാർ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം, DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കണം, ഈ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് KPCCയുടെ പ്രധാനപ്പെട്ട പരിപാടികളുമായി സഹകരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് KPCC യോഗം അടിയന്തരമായി മാറ്റിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു ഈ KPCC നേതൃയോഗത്തിലൂടെ ഉദ്ദേശിച്ചത്. നേരത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അവിടെയും പുനഃസംഘടന സംബന്ധിച്ച പരാതി ഉയർന്നു വരും എന്ന ഒറ്റ കാരണത്താൽ അതും യോഗം പോലും നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കണം, അത് വലിയൊരു കടമ്പയായി മാറും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കുക മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളടക്കം ഈ ഒറ്റ പ്രശ്നം കാരണം മുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പല യോഗങ്ങൾ നടക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് KPCC ആണ്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയമുണ്ട്, ഓരോ മണ്ഡലങ്ങളിലടക്കം ചുമതല കൊടുത്ത നേതാക്കന്മാരുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ആരായണം, എന്തൊക്കെ കാര്യങ്ങൾ KPCC സംസ്ഥാന തലത്തിൽ സഹായങ്ങൾ നൽകേണ്ടതുണ്ട്, ഓരോ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പിടിച്ചെടുക്കാൻ അതിനൊക്കെ പല സഹായങ്ങളും സംസ്ഥാന നേതൃത്വം നൽകേണ്ടി വരും. ഇതടക്കം ചുമതലയുള്ളവർ ഈ യോഗത്തിലാണ് വിശദീകരിക്കേണ്ടത്. ആ യോഗമാണിപ്പോൾ മുടങ്ങിയത്. ഇനി എപ്പോൾ യോഗം വിളിക്കണം എന്നതുപോലും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി ഈ പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെടേണ്ടി വരും അരുൺകുമാർ. ഓക്കെ.